ദേശീയ ഫ്ലൂറോസിസ് നിയന്ത്രണ നിവാരണ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന ആരോഗ്യവകുപ്പിൻ്റെയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ പരിധിയിലെ CB വാർഡിലെ സെൻറ്റ് സെബാസ്റ്റ്യൻസ് LP സ്കൂളിൽ ഫ്ലൂറോസിസ് മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് റീഗോ രാജു ഉദ്ഘാടനം ചെയ്തു. വനിതാ ശിശു ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ അധ്യക്ഷത വഹിച്ചു. വുമൺ ഡെൻ്റൽ കൗൺസിലിനെ പ്രതിനിധീകരിച്ച് ഡെൻ്റൽ സർജനായ ഡോക്ടർ ഡെൻസി സെബാസ്റ്റ്യൻ വിഷയാവതരണവും ബോധവൽക്കരണവും നടത്തി. വനിതാ ശിശു ആശുപത്രി പ്രതിനിധീകരിച്ച് S ജയകൃഷ്ണൻ, K രമ്യ, KM ലത, PS സൗമ്യ എന്നിവർക്കൊപ്പം KC ലത, ടെസ്സി നിൽസൺ മുനീറ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. നിശ്ചിത അളവിൽ കൂടുതൽ ഫ്ലൂറൈഡിൻ്റെ പരിശോധനാ ഫലത്തിൽ കണ്ടെത്തിയ കുട്ടികളെ കേന്ദ്രീകരിച്ചായിരുന്നു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഇതോടൊപ്പം ക്ഷയരോഗ നിർണയ ക്യാമ്പയിനായ TB 100 ദിന എലിമിനേഷൻ പരിപാടിയും കുഷ്ഠരോഗ നിർമ്മാർജ്ജന പരിപാടിയായ അശ്വമേധവും ഇതോടൊപ്പം സംഘടിപ്പിച്ചു. കൂടുതലായിട്ടാണോ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ കിട്ടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ ഡോക്ടർ അതുപോലെ ക്ലാസ്സിൽ ഡീറ്റെയിലായിട്ട് പറഞ്ഞത്. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. എന്താണ്, കുടിക്കാനും പാകം ചെയ്യാനും ഉപയോഗിക്കുന്ന വെള്ളം, ആ വെള്ളം മാക്സിമം നമ്മുടെ ബോർവെൽ ഉപയോഗിക്കാനേ പാടില്ല. നമ്മുടെ RO വാട്ടറിൽ നിന്നുള്ള വെള്ളം തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ആദ്യം കാണുന്നത് കുട്ടികളുടെ ഈ ഒരു പ്രായത്തിലാണ് ഇവരുടെ പല്ലിന്റെ കവചങ്ങളൊക്കെ വളർന്നു വരുന്നത്. ആ പ്രായത്തിൽ ഒരുപാട് ഫ്ലൂറൈഡുകൾ ശരീരത്തിൽ കൂടുമ്പോഴാണ് കുട്ടികൾക്ക് ഇത് മെയിനായിട്ട് ഫസ്റ്റ് അഫെയർ ചെയ്യുന്നത് പല്ലിനാണ്. അങ്ങനെയാണ് പല്ല് കണ്ടുപിടിക്കുന്നത്. കാണാറില്ല നമുക്ക്. പക്ഷേ പല്ലിന് മാത്രമല്ല, ഇതിന് മറ്റ് അകത്തോട്ടും ഈ ഡിപ്പോസിഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വേറെ സിംറ്റംസും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അത് അത്രത്തോളം നമ്മൾ പോകാറില്ല. അതിന് മുന്നേ തന്നെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെ ഇടപെടൽ ഉണ്ടാവും. നിങ്ങൾക്ക് തന്നെ അറിയാം, സ്കൂൾ നഴ്സ് വരാറുണ്ട്. സ്കൂൾ നഴ്സിന് ഒരു ഭയങ്കരമായിട്ടുള്ള റോളുണ്ട്. RBSK നഴ്സിന്, ആശാപ്രവർത്തകർ, അവർക്ക് അതിന് മുന്നേ തന്നെ ഇടപെട്ട് അങ്ങനെ അവസ്ഥ ഉണ്ടാവാതിരിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. എന്തായാലും ഈ ഒരു സ്കൂള്, നമ്മുടെ ഇത് LP സ്കൂൾ ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ സ്കൂളിൽ എല്ലാ വർഷവും ഇതിന്റെ ആവശ്യകത ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാ വർഷവും ആവശ്യകതയാണ് ഇതിന്റെ. അപ്പം എല്ലാ വർഷവും ഇതുപോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് സഹകരിക്കണം. ടീച്ചർമാരൊക്കെ ഒരു ക്യാമ്പ് നടത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഇനി എന്റെ കർത്തവ്യത്തിൽ കടക്കുകയാണ്. അടുത്ത നമ്മുടെ ഉദ്ഘാടന ചടങ്ങാണ്. ഉദ്ഘാടന ചടങ്ങിനായിട്ട് ക്ഷണിച്ചിട്ടുള്ള കൗൺസിലർ ായിട്ടുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ നമുക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തിലാണ് ഇന്നത്തെ ഇവിടെ ടെസ്റ്റും ഇന്നത്തെ ഒരു ക്ലാസ്സുമെല്ലാം നടക്കുന്നത്. ഫ്ലൂറോസിസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇവിടെ ഇവർ വന്നിരിക്കുന്നത്. ഫ്ലൂറോസിസ് നമ്മളുടെ ആലപ്പുഴക്കാർക്ക് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം, ആലപ്പുഴക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെള്ളം എന്ന് പറയുന്നത് ഏറ്റവും ഫ്ലൂറൈഡ് കണ്ടന്റ് കൂടുതലുള്ള വെള്ളമാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴയിലെ കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഈ പല്ലുകൾക്കും എല്ലുകൾക്കുമെല്ലാം വലിയ ദോഷമാണ് സംഭവിക്കുന്നത്. ഇതിനകത്ത് 2-3 തരത്തിലുള്ള ഫ്ലൂറോസിസ് പറയുന്നുണ്ട്. ഒന്ന് ഇത് പല്ലുമായി ബന്ധപ്പെട്ട്, 2 എല്ലുമായി ബന്ധപ്പെട്ടാണ് സ്കെൽറ്റൽ ഫ്ലൂറോസിസ്. അപ്പൊ ഇത് ആലപ്പുഴയിലെ ഒരു പ്രായമുള്ള ആളുകളെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഈ കഴുത്ത്, തോട്, ഇടുപ്പ്, മുട്ടിനൊക്കെ പ്രശ്നം വരുന്നതാണ് ഈ ഫ്ലൂറൈഡ് കണ്ടന്റുള്ള കാര്യങ്ങൾ കൂടുതൽ ഉപയോഗിച്ചാൽ അത്തരം വിഷയങ്ങൾ വരുന്നത്. നമ്മളിവിടെ ഒരു 40 വയസ്സ് കഴിയുമ്പോൾ മുതൽ ഇരിക്കുന്നവരെ എണീക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പണ്ട് ചാടി എണ്ണിക്കുന്നവർ 40 വയസ്സ് കഴിയുമ്പോൾ അതൊക്കെ ഒന്ന് ബലം കൂടുതൽ കൊടുത്തിരിക്കുന്നത് കാണാൻ കഴിയും. നല്ല പ്രായമുള്ളതാണെങ്കിൽ നേരെ എണ്ണീക്കുന്നതിന് പകരം ചാരിത്രിക എണ്ണീക്കുന്നതാണ്. നമ്മുടെ ആലപ്പുഴയിലുള്ള ഒരു വലിയ സംഭവമാണ്. അത് നേരത്തെ കണ്ടെത്തിയതിനെ തുടർന്നാണ് നമ്മുടെ വെള്ളമാണ് ഇതിന്റെ അടിസ്ഥാന കാരണം മനസ്സിലാക്കി. ആലപ്പുഴയിലെ നമ്മുടെ ഭൂഗർഭജലം, ഇവിടെ നിന്ന് എടുക്കുന്ന എല്ലാ വെള്ളവും ആഗ്രഹമായ ഫ്ലൂറൈഡ് കണ്ടന്റ് കൂടുതലുമാണ് ആലപ്പുഴയിൽ. അതുകൊണ്ടാണ് നമ്മളൊരു കുടിവെള്ള പദ്ധതി വേണമെന്ന് തീരുമാനിച്ച് കുടിവെള്ളം പുറത്തുനിന്ന് കൊണ്ടുവരുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന കുടിവെള്ളം വരുന്നത് ഇവിടെ നിന്ന് കിലോമീറ്റർ അകലെയാണ്. ഡോക്ടർ പറഞ്ഞ് പത്തനംതിട്ടയിലാണ് വന്നത്. ഡോക്ടറെ പോലെ തന്നെ ഇവിടുത്തെ കുടിവെള്ളം വരുന്നത് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയിലെ സൈക്കിൾ മുക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, കടപ്പുറയിലെ സൈക്കിൾ മുക്ക് എന്നുള്ള സ്ഥലത്ത് പെരിയാറിലെ വെള്ളം, ആ വെള്ളം
അതൊന്ന് എടുത്ത് അതുപോലെ കരുവാടിയിലുള്ള വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ കൊണ്ടുവന്ന് അവിടെ അത് ശുചീകരിച്ച ശേഷമാണ് ആലപ്പുഴ നഗരത്തിൽ നമ്മുടെ സമീപത്തുള്ള 8 പഞ്ചായത്തുകൾക്കും ശുദ്ധജലം ലഭിക്കുന്നത്. അതൊരു കുടിവെള്ള പദ്ധതിയാണ്. അപ്പോൾ അതിന് 400 കോടി രൂപയുടെ ചെലവാകുന്നത്. അത്രയും രൂപ ചെലവഴിക്കാനുള്ള കാരണം ആലപ്പുഴയിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തിന് അത്രയും ഫ്ലൂറൈഡ് കണ്ടന്റ് കൂടുതലുള്ളതാണ്. അപ്പോൾ എങ്ങനെ വന്നാലും വലിയ പ്രയോജനം വാങ്ങിക്കും. നമുക്കറിയാം ആലപ്പുഴയിലെ ജനറൽ ഇപ്പോൾ എല്ലാ ജംഗ്ഷനിലും അവിടെ ജനറേറ്ററുണ്ട്. എല്ലായിടത്തും നല്ല ആളുകളാണ്. അതുപോലെ തന്നെ ഓട്ടോ വിഭാഗത്തിൽ എപ്പോഴും വലിയ ക്യൂവാണ് എല്ലാ ആശുപത്രികളും. അത് പണ്ടുണ്ടായിരുന്ന ആ ഉപയോഗിച്ച ജലത്തിന്റെയൊക്കെ ഒരു ആർട്ടിഫിക്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളുടെ ജലം ഇത് തിളപ്പിച്ചാലോ അല്ലെങ്കിൽ റിവേഴ്സ് ഓസ്മോസിസ് വഴിയോ ഫ്ലൂറൈഡിന്റെ കണ്ടന്റ് കുറയ്ക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഇതിന്റെ ബോയിലിംഗ് ലെവലായിട്ട് ബന്ധപ്പെട്ട് ഫ്ലൂറൈഡ് തിളച്ചത് കൊണ്ട് മാത്രം വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ അതോടുകൂടി ഫ്ലൂറൈഡ് കൂട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ആലപ്പുഴയിലെ വെള്ളം എടുക്കരുതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ വെള്ളത്തിന് കിട്ടുന്ന മിനറൽസും എല്ലാം നശിച്ചു പോകും. കൂടുതലായിട്ട് നമ്മൾ അതിനെ ശുദ്ധീകരിച്ചെടുക്കാൻ ശ്രമിക്കുന്നതോടും വെള്ളത്തിൽ നിന്ന് ശരീരത്തിൽ ലഭിക്കേണ്ട പല കാര്യങ്ങളും ലഭിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഫ്ലൂറൈഡ് ലെവൽ നോക്കി അത് കുറവുള്ള സ്ഥലത്ത് എടുത്ത് ഉപയോഗിക്കാനുള്ളതാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പൊ നമുക്ക് ആലപ്പുഴയിൽ എവിടെയൊക്കെ നോക്കിയിട്ട് എല്ലായിടത്തും ഫ്ലൂറൈഡ് കണ്ടന്റ് കൂടുതലാണ്. അങ്ങനെയാണ് ഗവൺമെന്റ് ഇടപെട്ട് ആലപ്പുഴയ്ക്കായിട്ട് കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നത്. നമ്മളിപ്പോ ഉപയോഗിക്കുന്ന ആ വെള്ളം ആ കുടിവെള്ളമാണ്. പിന്നെ ബോർവെലൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പോഴും ഉണ്ട്. പക്ഷെ ബോർവെലിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ ശുദ്ധമായിട്ട് തോന്നും, നമുക്ക് തിളപ്പിക്കുമ്പോൾ നല്ലതായിരിക്കും. പക്ഷെ അതിന്റെ ഫ്ലൂറൈഡ് ലെവൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാനോ നമുക്ക് തിരിച്ചറിയാനോ പറ്റില്ല. അത് ടെസ്റ്റ് ചെയ്താലേ അറിയാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കഴിയുന്നത് നമ്മളുടെ കുടിവെള്ള പദ്ധതി പ്രകാരമുള്ള വെള്ളം എല്ലാവരും ഉപയോഗിക്കുക. നമ്മുടെ ഇപ്പം ഇപ്പോഴാണെങ്കിൽ സൗജന്യ പൈപ്പ് കണക്ഷൻ കൂടി കൊണ്ടുവന്നിരിക്കുകയാണ്. എല്ലാ വീടുകൾക്കും സൗജന്യമായിട്ട് പൈപ്പ് കണക്ഷനുള്ള പ്രൊജക്ട് അവരുടെ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വാർഡിലൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ എല്ലാ വീട്ടിലേക്കും പത്തനംതിട്ടയുള്ള വെള്ളം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അവിടേക്ക് ഈ ടൂറിസം എന്ന് പറയുന്ന ഈ വിശേഷം ചുരുക്കിക്കൊണ്ടുവരാൻ പരമാവധി അതിനാവശ്യമായ ബോധവൽക്കരണ പരിപാടികൾ നടത്താം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ നമ്മൾ പട്ടണത്തെ 2 സ്കൂളുകൾ നടത്തിയിട്ടുണ്ട്. അതിനകത്ത് 50% പരിശോധന വിധേയരായ 50% കുഞ്ഞുങ്ങളിൽ ഫ്ലൂറൈഡിന്റെ അളവ് ക്രമാതീതമായി കാണപ്പെടുകയും തുടർന്ന് അവർക്ക് വേണ്ടി ഇത്തരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ആവശ്യമായ ബോധവൽക്കരണ പരിപാടികൾ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു നേരത്തെ പ്രക്രിയ തന്നെയാണ്. എല്ലാ വർഷവും നമ്മൾ ഇതിനെക്കുറിച്ച് അനാലിസിസ് നടത്തേണ്ടതാണ്. ഇതിനകത്ത് പ്രൊവിഷൻ ഉണ്ടാവുന്നുണ്ട്. കാരണം നമ്മുടെ ജലത്തിന്റെ സ്രോതസ്സുകൾ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് മാറ്റം വരാത്തടത്തോളം കാലം ഇതര സംവിധാനങ്ങൾ ഉപയോഗിച്ച ഫ്ലൂറോസിസിന് എതിരെയുള്ള പ്രവർത്തനങ്ങൾ ഈ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ അതോടൊപ്പം കെമിക്കലായിട്ട് നമുക്ക് വെള്ളത്തിൽ അപ്ലൈ ചെയ്യാവുന്ന രീതിയിലുള്ള ഇടപെടലുകളുമെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ചത്